السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين. الحمد لله منشئ الخلق من عدم ثم الصلاة على المختار في القدم. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ സ്നേഹനിധികളായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലി അതിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി. സ്വലാത്ത് ചൊല്ലുന്ന ഒരു കൂട്ടായ്മയാണ് ഈ ഒരു കൂട്ടായ്മ. അത് വലിയൊരു സന്തോഷം ഉണ്ട്. സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് തന്നെ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തെരുമാറാവട്ടെ. ഓ മുഅ്മിനീങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയത്തിൽ അങ്ങേയറ്റം സ്നേഹം വെക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. അതിന് യാതൊരു സംശയവും ഇല്ല. മുഅ്മിനീങ്ങൾക്ക് അല്ലാതെ അള്ളാഹുവിനോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും യഥാർത്ഥത്തിൽ സ്നേഹം വെക്കാൻ കഴിയുകയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൃദയത്തിൽ ഏറ്റവും സ്ഥാനം കൊടുക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ പ്രശ്നങ്ങളുടെയും എല്ലാ പ്രയാസങ്ങളുടെയും എല്ലാ ടെൻഷനുകളുടെയും എല്ലാ ദുഃഖത്തിൻ്റെയും എല്ലാ നിരാശയുടെയും എല്ലാ സങ്കടത്തിൻ്റെയും മേലെയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിഷമമുണ്ടാകുന്ന ഒരു കാര്യം ഉണ്ടാവുക എന്നത് ഒരു മുഅ്മിന് തീരെ ഉണ്ടാകാൻ കഴിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന യഥാർത്ഥ മുഅ്മിനായ മനുഷ്യൻ, അവൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ എൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ ഒന്ന് സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, എന്നെ ഒന്ന് ഇഷ്ടപ്പെടണമെന്ന് ചിന്തിക്കുന്നവരാണ്, എന്നോടൊന്ന് മഹബത്തുണ്ടാകണമെന്ന് ചിന്തിക്കുന്നവരാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാതെ ഒരാളും മുഅ്മിനാവുകയും ഇല്ലല്ലോ. ഓ മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂലിനെ നന്നായി സ്നേഹം വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹം വെക്കുമ്പോൾ എന്ത് വേണം? നല്ല ഈമാൻ വേണം. അപ്പോഴല്ലേ നബി തങ്ങളെ സ്നേഹം വെക്കാൻ കഴിയുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്, ഈമാനിൻ്റെ ഡെഫിനിഷൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമ്പൂർണമായി വിശ്വസിക്കലാണ്. നബി തങ്ങളെ കൊണ്ടുവന്ന മുഴുവൻ കാര്യവും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്നതിനാണ്, അംഗീകരിക്കുന്നതിനാണ് തസ്ദീഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ഈമാനിൻ്റെ ഡെഫിനിഷൻ മഹാന്മാർ കൊടുത്തത്. നബി തങ്ങളെ വാസ്തവമാക്കുക എന്നാണ്. നബി തങ്ങൾ പറഞ്ഞത് സത്യമാണേ, അതിലൊരു കളവില്ലല്ലോ, ഒരു തെറ്റില്ലല്ലോ, ഒരു വഞ്ചന ഇല്ലല്ലോ, ഒരു ചതിയില്ലല്ലോ. അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് വിശ്വസിക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ ഈമാൻ. ഇങ്ങനെ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ അടിമ, ഇങ്ങനെ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ മുഅ്മിനായ മനുഷ്യൻ, ആ മനുഷ്യൻ ഒരിക്കലും തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
സാധാരണ ഒരു അറബി പയ്യനാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുമായി സഹവസിക്കാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 100 തെറ്റ് ദിനേന ചെയ്യുന്നവരാണെന്ന് പച്ചയായ മലയാളത്തിൽ പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരോടൊപ്പം കൂട്ടുകൂടാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട ശരീരം ഖബറിൽ ജീർണിച്ചു പോയി എന്ന് പച്ചയായി മലയാളത്തിൽ പറഞ്ഞവരോടൊപ്പം ഇരിക്കാനും ബന്ധപ്പെടാനും കൂടെ നിൽക്കാനും കഴിയില്ലല്ലോ. ഹബീബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നിബിധങ്ങളാണെങ്കിലും ചോദ്യം ചെയ്യണമെന്ന് പറയുന്നവരോടൊപ്പം സഹവസിക്കാനും അവരോട് സൗഹാർദ്ദത്തിലാകാനും ഒരിക്കലും ഒരു വിശ്വാസിക്ക് സാധിക്കുകയില്ലേ ഇല്ല. കൂടുതൽ വിശദീകരിക്കുന്നില്ല, ചെറിയ മട്ടത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേഗം പോകുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. പുതിയൊരു എക്സസൈസ് ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് ആ വ്യായാമം? നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും അല്ലേ? കാണാത്തവരുണ്ടോ? ഇല്ലല്ലോ, എല്ലാവരും കണ്ടല്ലേ? മെക്സ് 7 പുതിയൊരു എക്സസൈസാണ്. ഈ വ്യായാമത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ വ്യായാമം നല്ലതാണ്. വ്യായാമത്തിന് എതിർക്കേണ്ടതില്ല. വ്യായാമം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഇസ്ലാം ആരോഗ്യത്തിൻ്റെ മതമാണ്. ആരോഗ്യത്തിന് വളരെ കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന മതമാണ് ഇസ്ലാം. ആരോഗ്യപരമായ വശങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുമുള്ളതാണെന്ന് വ്യക്തമായി പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അപ്പോൾ വ്യായാമം നല്ലതല്ലേ? വളരെ നല്ലതാണ്. ഈ വ്യായാമം എടുക്കേണ്ടി വരുന്നത് എപ്പോഴാണ്? സുബ്ഹാനല്ലാഹ്, ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദിനേന 5 പ്രാവശ്യം 17 റക്അത്തുകളായി കുനിഞ്ഞും അതുപോലെ തന്നെ താന്നും ഒക്കെ കുനിഞ്ഞും പൊന്തിയും ഒക്കെ കൈ പൊക്കിയും അല്ലാതെയും ഒക്കെയുള്ളൊരു വ്യായാമം നിസ്കാരത്തിലുണ്ട്. ആ നിസ്കാരം ശരിക്കൊരു വ്യായാമമാണ്. പക്ഷേ വ്യായാമം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല ആരും നിസ്കരിക്കേണ്ടത്. എന്നാൽ വ്യായാമം ഇന്ന് പല കോലത്തിലാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ ഹബീബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം ജീർണിച്ചു പോയി എന്ന് പച്ചയായ മലയാളത്തിൽ എഴുതി വെച്ചൊരു വിഭാഗം പുതിയൊരു വ്യായാമം തുടങ്ങിയിട്ടുണ്ട്. മെക്സ് 7 അല്ലേ? എല്ലാവർക്കും അറിയാം. എന്തേ മെക്സ് 7? അത് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു പ്രഭാത വ്യായാമം, നടത്തം, അതുമായി ബന്ധപ്പെട്ട ചില യോഗകൾ, ഇതൊക്കെയില്ലേ ഉള്ളത്. അത് തന്നെയാണുള്ളതെങ്കിലും അതിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓ മുഅ്മിനീങ്ങളെ, ഓ മുഅ്മിനാത്തുകളെ, ഓ ചെറുപ്പക്കാരികളെ, ഓ സഹോദരന്മാരെ, അള്ളാഹു നമുക്ക് തന്ന ഈമാനിന്റെ വെള്ളി വെളിച്ചം കെട്ടുപോകണ്ട. ഇസ്ലാമില്ലാത്ത ജമാഅത്തിന്റെ കൂടെ കൂടണ്ട. അത് വ്യായാമത്തിന്റെ പേരിലാണെങ്കിലും കളരിയുടെ പേരിലാണെങ്കിലും മറ്റേതെങ്കിലും വസ്തുക്കളുടെ കാര്യങ്ങളുടെ ഏതെങ്കിലും ആവശ്യങ്ങളുടെ പേരിലാണെങ്കിലും ശരി, അവരിലൊന്നും പെട്ടുപോകണ്ട. മുസ്ലിമീങ്ങളെ ചതിക്കുകയാണ് ഇസ്ലാമില്ലാത്ത ജമാഅത്തിന്റെ പണി. ഇസ്ലാമിന്റെ പണി തന്നെ മുസ്ലിമീങ്ങളെ ചതിക്കുകയാണ്. എങ്ങനെങ്കിലും ചതിയിലൂടെ അവര് ഇസ്ലാമിൽ നിന്ന് തെറ്റിക്കുകയാണ്. മുസ്ലിമീങ്ങളെ, പ്രത്യേകിച്ച് സുന്നി വിശ്വാസികളെ തെറ്റിക്കുകയാണ്. അതുകൊണ്ട് സുന്നികളായ ആരും പെട്ടുപോകണ്ട. പിന്നെ ഒരു വ്യായാമം ആര് നടത്തുന്ന ഇപ്പൊ എന്താ പ്രശ്നം? അല്ലേ? ഒരു പ്രശ്നമില്ലല്ലോ. വ്യായാമല്ലേ മുയിലേറെ, അതാരും നടത്തിക്കോട്ടെ, അതിലൊക്കെ ആരോടൊപ്പം ചേരാം എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പറയട്ടെ. ഈ വ്യായാമത്തിന്റെ പേര് പറഞ്ഞ് അവർ നടത്തുന്ന ടൂറുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർ കൊണ്ടുപോകുന്ന യാത്രയെ കുറിച്ച് കേട്ടിട്ടില്ലേ? അവരുടെ വ്യായാമത്തിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലേ? ആ വ്യായാമം അവസാനിക്കുന്നതിന്റെ സമയത്ത് ഒരു ദിവസം അവർ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? എന്താ ഒരു ക്ലാസ്? അടിപൊളി ക്ലാസ് അല്ലേ?
ക്ലാസ് പറയുന്നത് മാനവികതയും സാഹോദര്യവുമാണ് പറയുന്നത്. എന്നിട്ട് പറയാണ്, പരസ്പരം മിണ്ടാതിരുന്ന ആളുകളെ പരസ്പരം കോർത്തിണക്കി സലാം പറഞ്ഞ് പിരിയുന്നൊരവസ്ഥയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ആരോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വാസമില്ലാത്ത ജമാഅത്തെ ഇസ്ലാമിക്കാരോട്, മുജാഹിദിനോട്, അതുപോലെ തബ്ലീഗ് ജമാഅത്തിനോട്, സർവ്വ അലവലാദികളോടും സലാം പറയാൻ പഠിപ്പിക്കുന്നതാണ് അവരുടെ വ്യായാമം. സുബ്ഹാനല്ലാഹ്. വ്യായാമം പോയി പോയി അവസാനം അവിടെ എത്തിയെന്നറിയോ? അവർ ടൂറിന് പോകുന്നു. ദിവസങ്ങളുള്ള യാത്രയാണ്. ആ ടൂറിന് പോകുന്ന സമയത്ത് അവർ ഉപയോഗിക്കുന്ന പള്ളി ഏതാണ്? ആ പള്ളി ഏതാണ് ഉപയോഗിക്കുന്ന അവർ നിസ്കരിക്കാൻ ഉപയോഗിക്കുന്ന പള്ളികൾ, നിസ്കരിക്കാൻ ഉപയോഗപ്പെടുത്തുന്ന പള്ളികൾ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിലുള്ള പള്ളിയല്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആശയാടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോയ പള്ളികളെല്ലാം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ, പരിശുദ്ധമാക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ഇസ്ലാം, അതുപോലെ തന്നെ പരിശുദ്ധമാക്കപ്പെട്ട ചിഹ്നങ്ങളൊക്കെ അവഗണിക്കുന്ന പള്ളികളുണ്ട്. അത് ഏതാ പള്ളി എന്നറിയോ? നമ്മളെ നാട്ടിലുള്ള അവലവലാദികളുടെ പള്ളിയില്ലേ, മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ആളുകളുടെ പള്ളികളിലെ പള്ളികളിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ ആ പള്ളിയിൽ കൊണ്ടുപോകുമ്പോ അവിടെ ഫാത്തിഹ തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നായത്ത് കൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ പോലും ബിസ്മി അവര് പതുക്കെയാണ് ഓതുന്നത്. അത് മദ്ഹബിലെ വ്യത്യാസമാണെന്ന് അവര് പറയുന്നത്. പക്ഷേ കേരളത്തിലെ വഹാബികൾ ഷാഫിഈ മദ്ഹബുകാരല്ലേ? ഷാഫിഈ മദ്ഹബിലെ പ്രബല അഭിപ്രായപക്ഷം ബിസ്മി ഉറക്കെ തന്നെ ഓതണം, ജഹിരിയായത് ഉറക്കെ ഓതണം, അതിൽ ബിസ്മിയും ഉറക്കെ ഓതേണ്ടതാണ്. സുബ്ഹാനല്ലാഹ്. ജഹിരിയായ നിസ്കാരത്തിൽ അൽഹംദുലില്ലാ മുതലല്ല ഉറക്കെ ഓതേണ്ടത് അത് ബിസ്മി മുതൽ തന്നെയാണ്. എന്നാലും അങ്ങനെയൊക്കെ ആണെങ്കിലും അത് ആദർശപരമായ വ്യത്യാസമൊന്നുമില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. പെണ്ണ് പള്ളിയിലേക്ക് പോവാണ്. 3 പള്ളിയിലേക്ക് സാധാരണ പെണ്ണ് പോകാറുള്ളൂ നിസ്കരിക്കാൻ. മറ്റു പള്ളികളിലേക്ക് നിസ്കരിക്കാൻ പെണ്ണ് പള്ളിയിൽ പോകാറില്ല. സാധാരണഗതിയിൽ 3 പള്ളിയിലാണ് നിസ്കരിക്കാൻ വേണ്ടി പെണ്ണ് പള്ളിയിലേക്ക് പോകാറുള്ളത്. ഒന്ന് മസ്ജിദുൽ ഹറാമാണ്, മറ്റൊന്ന് മസ്ജിദുൻ നബവിയാണ്. ഇപ്പോൾ ഇസ്രായേലിന്റെ കരങ്ങളിൽ അകപ്പെട്ടു പോയ മസ്ജിദുൽ അഖ്സയാണ്. ഈ 3 പള്ളിയിലേക്കല്ലാതെ പെണ്ണ് നിസ്കരിക്കാൻ വേണ്ടി പോകാറില്ല. പോകുന്ന വഴിക്ക് പള്ളിയിൽ നിസ്കാരത്തിന് കൂടാൻ പറ്റോ ഇല്ലേ എന്നുള്ളത് വേറെ ചർച്ച. അവിടെ നമ്മൾ ആദർശം പൊളിക്കാണ്. മാത്രല്ല ഈ മെക്സവനിലൂടെ നമ്മുടെ ആദർശം പിന്നെയും പൊളിക്കുന്നു. ജുമായുടെ ഖുതുബയുടെ ഭാഷ അറബിയാണ്. അത് സ്വഹാബത്തിന്റെ കാലം മുതൽ തന്നെ, അതിന്റെ മുമ്പ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ തന്നെ ഇവിടെ ഓതിരുന്ന ഖുതുബയുടെ ഭാഷ അറബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയെ ധാരാളം രാജ്യങ്ങളിലേക്ക് പ്രബോധന വീതിക്ക് വേണ്ടി പറഞ്ഞയച്ചപ്പോൾ മഹാനായ സ്വഹാബത്തുൽ കിറാം സൽമാനുൽ ഫാരിസി ബഹുഭാഷ പണ്ഡിതനല്ലേ? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിന് വേണ്ടി പോയ സമയത്ത് അദ്ദേഹം ഖുതുബ നിർവഹിച്ചിരുന്നു. അത് മലയാളത്തിലല്ല. ആ പോകുന്ന നാട്ടിലുള്ള ഭാഷ ഏതാണോ ആ ഭാഷയിലെല്ലാം സൽമാനുൽ ഫാരിസിക്ക് പലപ്പോഴും പരിചയമുള്ള ഭാഷയിൽ പോലും അദ്ദേഹം ഖുതുബ നിർവഹിച്ചില്ല. മറിച്ച് അറബിയിൽ മാത്രമാണ് നിർവഹിച്ചത്. ആ ഖുതുബയുടെ ആദർശമാകുന്ന അറബിയാണ് ഇസ്ലാമിക ശൈലി. അറബി ഖുതുബ ഓതലാണ്. അത് പൊളിച്ചെഴുതണം. എന്നിട്ടോ അത് മാത്രല്ല, ഞങ്ങളുടെ നേതാക്കന്മാർ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ, മഹാന്മാരാകുന്ന ഇമ്മത്ത് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ നേതാക്കന്മാരും രേഖപ്പെടുത്തിയ വ്യക്തമാക്കിയ ഒരു കാര്യമാണ് മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ആളുകളോട് സലാം പറയാൻ പറ്റില്ല എന്നുള്ളത്. കാരണം എന്താ അറിയോ? കാരണം എന്താ സലാം പറയാൻ പറ്റില്ല എന്നുള്ളത്?
അത് നമ്മളെക്കുറിച്ച് അവരെ വിശ്വാസം നമ്മൾ മുശ്രിക്കീങ്ങളാണെന്നാണ്. മുശ്രിക്കീങ്ങളായ നമ്മൾ എന്ത് സലാം പറയാനാണ് വേണ്ടത്? മുശ്രിക്കീങ്ങളായ നമ്മൾ എന്തിനാ അവരുടെ സലാം അടക്കുന്നത്? മുഅ്മിനീങ്ങൾ തമ്മിലല്ലേ സലാം പറയേണ്ടത്? മുശ്രിക്കീങ്ങൾ തമ്മിൽ സലാം പറയാൻ പറ്റില്ലല്ലോ. മുഅ്മിനീങ്ങൾ തമ്മിലല്ലേ സലാം പറയാൻ പറ്റുകയുള്ളൂ. മുശ്രിക്കീങ്ങൾ തമ്മിൽ സലാം പറയാൻ പറ്റുകയില്ല. മുഅ്മിനും മുശ്രിക്കും സലാം പറഞ്ഞുകൂടാ. ഞങ്ങളുടെ വിശ്വാസ പ്രകാരം ഹബീബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഈ സെക്കൻഡിലും നമ്മളെ കേൾക്കുന്നു, കാണുന്നു, അറിയുന്നു. ഇതാ നമ്മുടെ വിശ്വാസം. എന്നാ ജമാഅത്തെ ഇസ്ലാമിന്റെ വിശ്വാസമോ, മുജാഹിദ് ജമാഅത്തിന്റെ വിശ്വാസമോ, സർവ പുത്തൻ പ്രസ്ഥാനക്കാരുടെയും വിശ്വാസമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചയായ ഒരു സാധാരണ മനുഷ്യനാണ്. അതുകൊണ്ട് വഫാത്തായ നബിതങ്ങളൊന്നും കേൾക്കൂല, കാണൂല, അറിയൂല. ഇങ്ങനെയുള്ള വിശ്വാസം വെച്ച് പുലർത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ മെക്സവൻ എന്ന് പറയുന്ന എക്സൈസിൽ പങ്കെടുക്കാൻ മുസ്ലിമീങ്ങളെ, സുന്നികളെ ഒരിക്കലും നമുക്ക് കഴിയുകയില്ല. ആണും പെണ്ണും ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ആണ് പെണ്ണിന്റെ ഔറത്ത് പല ഭാഗങ്ങളും കാണിച്ചുകൊണ്ട്, അത് മാത്രമല്ല ആകർഷിക്കപ്പെടുന്ന രൂപത്തിൽ ചാഞ്ഞും ചെരിഞ്ഞും കുലുങ്ങിയും ഇരുന്നും നടന്നും അതുപോലെ തന്നെ പൊക്കിയും താഴ്ത്തിയും കൈകാലുകൾ പൊക്കിയും താഴ്ത്തിയും ഒക്കെ ആണുങ്ങൾക്ക് മുന്നിൽ നടത്തപ്പെടുന്ന വ്യായാമം ഇസ്ലാമല്ല. കൂടുതൽ നീട്ടിപ്പരുത്തി പറയുന്നില്ല. എൻ്റെ മുഅ്മിനീങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും മെക്സവൻ എന്നതിൽ ഒരുപാട് അപകടങ്ങൾ അതിൽ പതിയിരിക്കുന്നുണ്ട് എന്ന് മാത്രം എൻ്റെ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു വിഷയം കൂടെ സാഹചര്യമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. മുഅ്മിനീങ്ങളോടാണ് ഞാൻ പറയുന്നത്, മുസ്ലിമീങ്ങളോടാണ് ഞാൻ പറയുന്നത്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരോടാണ്. എൻ്റെ സംസാരം ഉള്ളത് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരോടാണ്, ഹബീബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുന്നവരോടാണ്, ഏക ഇലാഹിൽ വിശ്വസിക്കുന്നവരോട് മാത്രമാണ് ഞാൻ പറയുന്നത്. അല്ലാത്തവരുടെ വിഷയത്തിന് തലയിടുന്നുമില്ല. ഇത് ഏക ഇലാഹിൽ വിശ്വസിക്കുന്നവരോട് മാത്രമാണ് ഞാൻ പറയുന്നത്. മുഅ്മിനീങ്ങളെ, ഏതാനും ദിവസം കഴിഞ്ഞാൽ ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ക്രിസ്തുമസ് ആഘോഷിക്കേണ്ടത് ക്രിസ്ത്യാനികളാണ്. അത് ക്രിസ്ത്യാനികൾ ആഘോഷിക്കണം. ഒരിക്കലും തന്നെ അവരുടെ ആഘോഷ പരിപാടികൾ തടസ്സപ്പെടുത്താനോ അവർക്കെതിരെ നടപടി സ്വീകരിക്കാനോ അവരുടെ ആഘോഷങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ശല്യം ചെയ്യാനോ പോകാനോ പാടില്ല. ഒരിക്കലും അതവർക്ക് പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ ചെറിയൊരു ചലനമോ പ്രവൃത്തിയോ ചിന്തയോ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല. ഇന്ത്യയുടെ ഫെഡറലിസവും അതുപോലെ തന്നെ സെക്യുലറിസവും അംഗീകരിച്ചുകൊണ്ട് മാനവികതയോടുകൂടി ജീവിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാകണം. ക്രിസ്ത്യാനികളുടെ ക്രിസ്തുമസ് ആഘോഷം അത് മുസ്ലിമീങ്ങളോ ഹിന്ദുക്കളോ ആഘോഷിക്കേണ്ടതില്ല. കാരണം എന്താണെന്നറിയോ? ക്രിസ്ത്യാനികളുടെ ക്രിസ്തുമസ് ആഘോഷം മാത്രമല്ല, ഹൈന്ദവരുടെ ഓണാഘോഷവും അതുപോലെ മറ്റു മതസ്ഥരുടെ മറ്റെല്ലാം ആഘോഷവും മുസ്ലിമീങ്ങളെ നമ്മൾ ആഘോഷിക്കാൻ ഇരുന്നാൽ ഇവിടെ കലാപങ്ങൾ ഉണ്ടാകും. മാറാട് കലാപം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? തലശ്ശേരി കലാപം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? മുഅ്മിനീങ്ങളെ, നമ്മുടെ റൂട്ട് ഏതാണ്? മുസ്ലിമീങ്ങളെ, നമ്മുടെ റൂട്ട് ഏതാണ്? നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്ന റൂട്ടാണ്. നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്ന റൂട്ടാകുമ്പോൾ നമുക്കവിടെ ക്രിസ്തുമസ് ആഘോഷിക്കാൻ വകുപ്പില്ല. മറിച്ച് ക്രിസ്തുമസ് ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അയൽവാസിയെ ബഹുമാനിക്കണം, അയൽവാസി ആദരിക്കണം, അയൽവാസിക്ക് വേണ്ടതെല്ലാം നൽകണം. ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ പേരിൽ അയൽവാസി ഡ്രസ്സ് ഇടാതെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അയൽവാസിയുടെ ആഘോഷ ദിവസത്തിൽ അയൽവാസി ഡ്രസ്സ് ധരിക്കട്ടെ എന്ന് കരുതി നമുക്ക് കഴിയാവുന്ന ക്യാഷ് കൊടുത്ത് വാങ്ങിക്കൊടുക്കണം. അതുപോലെ തന്നെ അയൽവാസിയോട് സ്നേഹം വേണം, അവരോട് സാഹോദര്യം വേണം, അവരോട് ഊഷ്മളമായ ബന്ധം വേണം. ഒരിക്കലും തന്നെ ഒരു അയൽവാസിയെ ഇസ്ലാമിക രാജ്യമുള്ളിടത്തോ ഇല്ലാത്തിടത്തോ ഒരയൽവാസിയെയും കുറ്റപ്പെടുത്താൻ പാടില്ല. ഇസ്ലാമിൽ വിശ്വസിക്കട്ടെ വിശ്വസിക്കാതിരിക്കട്ടെ, അയൽവാസിയെ വേദനിപ്പിക്കാൻ പാടില്ല. എന്നിട്ട് ഇസ്ലാം പറയുന്നത് എന്താണെന്നറിയോ? മുഅ്മിനീങ്ങളെ, ഓരോരുത്തർ അവരുടെ മതകാര്യങ്ങളിൽ
അവരിടപെടട്ടെ, മറ്റുള്ളവരതിലേക്ക് തലവെക്കേണ്ടതില്ല, കൈവെക്കേണ്ടതില്ല. ക്രിസ്ത്യാനികൾ ആഘോഷിക്കുന്ന ക്രിസ്തുമസ് അത് മുസ്ലിമീങ്ങൾ ആഘോഷിക്കാനുള്ളതല്ല. ക്രിസ്ത്യാനികളുടെ അതുപോലെ ഹിന്ദുക്കളുടെ ആഘോഷങ്ങളും മുസ്ലിമീങ്ങൾ ആഘോഷിക്കാനുള്ളതല്ല. മുസ്ലിമീങ്ങൾ അവരുടെ ആഘോഷം ആഘോഷിക്കട്ടെ, ക്രിസ്ത്യാനികൾ അവരുടെ ആഘോഷം ആഘോഷിക്കട്ടെ, അതുപോലെ തന്നെ ഹിന്ദുക്കൾ അവരുടെ ആഘോഷം ആഘോഷിക്കട്ടെ. എല്ലാവർക്കും അവരുടേതായ ആഘോഷമുണ്ടല്ലോ. എല്ലാ ആഘോഷവും ഗംഭീരമായി നടക്കട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ അവകാശങ്ങളിൽ, മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ, ആഘോഷങ്ങളിൽ കൈയിട്ട് വാരരുത്. കാരണം അത് വലിയ അപകടം തന്നെ. എന്ത് വന്നാലും നമ്മൾ അല്ലാഹുവിൽ വിശ്വസിക്കണം. ആ അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് തൊട്ട് യാതൊരു സ്ട്രെസ്സും നമുക്കുണ്ടാകാൻ പാടില്ല. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരുപാട് കാര്യമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അള്ളാഹുവിനെയോ റസൂലിനെയോ നിഷേധിക്കുക എന്നുള്ളത്. ഇല്ല എന്ന് വാദിക്ക, അത് എന്താണ് ഇസ്ലാം എന്ന് പുറത്തുപോണ കാര്യമാണ്. അതുപോലെ അള്ളാഹു നിർബന്ധമാക്കിയതിനെ ഇല്ല എന്ന് വാദിക്ക, ഹലാലാക്കിയതിനെ ഹറാമാണെന്ന് വാദിക്ക, ഇതെല്ലാം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. മുസ്ലിമായ മനുഷ്യനെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ നിഷേധിയാക്കുക, കാഫിറാക്കുക, അതുപോലെ തന്നെ സൃഷ്ടികൾക്ക് മുന്നിൽ സുജൂദ് ചെയ്യാം. പിന്നെയോ അതേ, അവിശ്വാസികളുടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ, ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങളിൽ നമ്മൾ എന്താവുക, അത് ഭംഗി കൂട്ടാ, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ പോകാതെ പറ്റൂല. അവരുടെ ആരാധനാലയങ്ങളിൽ നമ്മൾ പോകേണ്ടതില്ല, നമ്മുടെ പള്ളിയിലേക്കും അവർ വരേണ്ടതില്ല. സ്നേഹം എന്ന് പറഞ്ഞതല്ലല്ലോ ക്രിസ്തുമസ് ആയിട്ട് എൻ്റെ അയൽവാസിക്ക് വസ്ത്രം വാങ്ങാൻ പണമില്ലെങ്കിൽ ഞാൻ കൊടുക്കണ്ടേ, അത് സ്നേഹമാണ്. നേരെ മറിച്ച് നമ്മൾ തന്നെ അവരുടെ ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ പങ്കെടുക്കൽ സ്നേഹമല്ല, അത് ദ്രോഹമാണ്. മതമൈത്രിയുടെ കൈമാറ്റമല്ല, മതാശയങ്ങൾ തമ്മിലുള്ള കൈമാറ്റമല്ല മതമൈത്രി. പിന്നെ എന്താണെന്നറിയോ? അയൽവാസിയെ ബഹുമാനിക്കണം, അതുപോലെ തന്നെ ഏത് അയൽവാസിയെയും ബഹുമാനിക്കണം. ഇത് ഇസ്ലാമിൽപ്പെട്ട പ്രധാന കാര്യമാണ്. ഇൻകാറു ഇജാസിൽ ഖുർആനി വഔ ഇൻകാരി ഹർഫിൻ മിൻഹു. പിന്നെ ഖുർആൻ നിഷേധിക്കുക, അതോടുകൂടെ അവൻ കാഫിറാവും, അവിശ്വാസിയാവും. ഞാൻ പറഞ്ഞു വരുന്നത്, ക്രിസ്ത്യാനികളുടെ ക്രിസ്തുമസ് ആഘോഷം ക്രിസ്ത്യാനികൾ തന്നെ ആഘോഷിക്കട്ടെ, നമ്മൾ പോയി പ്രശ്നം ഉണ്ടാക്കണ്ട, അവർ ആഘോഷിക്കട്ടെ. മുസ്ലിമീങ്ങളുടെ വലിയ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ ആഘോഷം, ആ ആഘോഷങ്ങൾ മുസ്ലിമീങ്ങൾ തന്നെ നിർവഹിക്കട്ടെ. ഇനി ആർക്കെങ്കിലും ആഘോഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ ആഘോഷിക്കാം. നേരെ മറിച്ച് മറ്റുള്ളവരുടെ ആഘോഷം നമ്മളും ചെയ്യണമെന്ന് ചിന്തിക്കാൻ പാടില്ല.